വിജയ നമസ്കാരം. നമസ്കാരം. ഒടുവിലൊരു യുഗം അവസാനിച്ചിരിക്കുന്നു. ആയത്തുള്ള അലി ഖമനയി മരണപ്പെട്ടിരിക്കുന്നു. 30-ലധികം ബോംബുകൾ ആയത്തുള്ള അലി ഖമനയുടെ താവളത്തിന് മുകളിൽ വർഷിച്ചാണ് അമേരിക്ക ഖമനയെ വധിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. കൂടുതൽ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് ഇത്, എന്താണ് ഓപ്പറേഷന്റെ ഒരു മോഡസ് ഓപ്പറാണ്ടി എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനി വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവിന് ഇരുന്നപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഖമനയെ വധിച്ചു, പക്ഷെ അത് നമ്മൾ സ്ഥിരീകരിച്ചില്ലായിരുന്നു. കാരണം ഈ അത്രയ്ക്ക് ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ GCC രാജ്യങ്ങളിൽ നടന്നത്. കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് കത്തിക്കുന്നു, പാം ജുമേറയിൽ ആക്രമണം ഉണ്ടാകുന്നു, ദുബായിൽ ആക്രമണം ഉണ്ടാകുന്നു, ബുർജ് ഖലീഫ ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിഭീകരമായിട്ടുള്ള ആക്രമണമായിരുന്നു ഇറാൻ നടത്തിയത്. അപ്പോൾ ആ സമയത്ത് തന്നെ പല ആൾക്കാരും പറഞ്ഞു ഇങ്ങനെ ആക്രമണം നടത്തണമെങ്കിൽ ഖമനേയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. മുജ്തബ ഖമേനി പുതിയ സുപ്രീം ലീഡറായി അധികാരത്തിലേറി എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതിനുശേഷം അധികാരമേറ്റ ഉടൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായിട്ടുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ ഇയാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപ് ഉടനെ തന്നെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു, അങ്ങനെ നീ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഇതുവരെ ഒരു ലോകരാജ്യങ്ങൾക്ക് മുമ്പിലും കാണിക്കാത്ത അമേരിക്കയുടെ വിശ്വരൂപം എടുക്കും. അതായത് അമേരിക്കയുടെ ഒരു രാജ്യങ്ങൾക്കും കാണിക്കാത്ത അമേരിക്കയുടെ ശക്തി പ്രകടനം കാണാൻ ഇറാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ കൂടുതൽ ഈ ഹൈ ടെൻഷൻ മോഡ് ഇങ്ങനെ എസ്കലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു സ്ഥലത്ത് വെച്ചും പിടിച്ചു കിട്ടാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. GCC രാജ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇന്ത്യക്ക് പണി കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടച്ചു, സമ്പൂർണ്ണമായി ഹോർമൂസ് കടലിടുക്ക് അടച്ചു. ഉടനെ തന്നെ ഒരു സാമ്പത്തിക രംഗത്ത് ഒരു വലിയ തകർച്ച, എണ്ണക്ഷാമം, വൈദ്യുതി വില വർധനവ്, ഇതെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ലോകരാജ്യങ്ങളെല്ലാം തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ ആയത്തുള്ള അലി ഖമനയുടെ മരണം ഇറാനിൽ ദുഃഖത്തിന് കാരണമായെങ്കിലും ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കേട്ടോ. ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ അവർ ഇറാനിലടക്കമുള്ളവർ ആഘോഷിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഖമനയുടെ മരണശേഷം ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ പ്രഖ്യാപിച്ചു. ഖമനയുടെ മകൻ മുജ്തബ ഖമേനി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി. മരണശേഷം ഇറാനുടനീളം വിലാപം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പള്ളികളിൽ ആളുകൾ ഒത്തുകൂടി തങ്ങളുടെ പരമോന്നത നേതാവിനെ ഇവർ കരയുകയാണ്. ചാനൽ ഫ്ലോറിലൊക്കെ ഇരുന്ന് ആൾക്കാർ കരയുന്ന കാഴ്ച നമ്മൾ കാണാനുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്രയും നാളായിട്ട് നമ്മൾ ഖമനേയി എന്ന് പറഞ്ഞിട്ട് ഖമനേയി മരണപ്പെട്ടപ്പോൾ നമുക്കും ഒരു എവിടെയോ ഒരു വേദന ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അയാൾ ഇന്ത്യക്ക് ദോഷമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. എന്തായാലും പള്ളികളിൽ ആളുകൾ ഒത്തുകൂടി തങ്ങളുടെ പരമോന്നത നേതാവിനായി കരയുന്നത് കാണാം. ധാരാളം ഇറാനികൾ തെരുവിലിറങ്ങി അമേരിക്കയ്ക്കും ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അമേരിക്കയുടെ മരണത്തിൽ ഖമേനിയുടെ കുടുംബം അടക്കം മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ഇറാന്റെ സ്ഥിതി പല ഭാഗത്തും വ്യത്യസ്തമാണ്. IRGC പ്രസ്താവന എന്ന് പറഞ്ഞാലും ഞങ്ങൾ പ്രതികാരം ചെയ്യും, പ്രതികാരത്തിൽ കുറഞ്ഞ വേറൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല, നിങ്ങളെ കൊണ്ട് ഈ മരണത്തിൽ ഞങ്ങൾ പശ്ചാത്തപിപ്പിക്കും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മരണത്തിൽ ടെഹ്റാനിലെ ജനങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചു. കറാജിൽ ആളുകൾ കാറുകൾ പുറത്തെടുത്ത് ഹോൺ മുഴക്കി സന്തോഷം പ്രകടിപ്പിച്ചു. പല പ്രദേശങ്ങളിലും ആളുകൾ ഉച്ചത്തിൽ സംഗീതം വെച്ച് വീടുകളിൽ ബാൽക്കണിയിൽ നിന്ന് പടക്കം പൊട്ടിക്കുന്നതും കാണാമായിരുന്നു. ഹുലാദ് ഷഹറിൽ ധാരാളം ആളുകൾ ഒത്തുകൂടി കൈകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു. ബൊറോജനിലും മമ്മാസയിലും ആളുകൾ പതാകകൾ വീശി നൃത്തം ചെയ്തുകൊണ്ട് ആഘോഷിച്ചു. ഷിറാസിലും അബാദാനിലും ആളുകൾ രാത്രി വൈകുവോളം തെരുവുകളിൽ തങ്ങി പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. രാജ്യം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണെന്നാണ് ആൾക്കാർ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖമേനിയുടെ മരണം രാജ്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കും? അതാണ് ചോദ്യം. ഇത് ഇറാനെ പോലും സ്വാധീനിക്കത്തില്ല, പിന്നല്ലേ ബാക്കിയുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ധനുഷ് പറഞ്ഞപ്പോഴാണ് ഞാനത് ആലോചിച്ചത്. ഞാനിപ്പോൾ ഇത് 28ാമത്തെ വർഷമാണ് ഈ മാധ്യമ രംഗത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും നാൾ ഈ വാർത്തകൾ എടുത്തു പോകുമ്പോൾ ചില ആളുകൾ നമ്മളറിയാതെ നമ്മുടെ കൂടെ കൂടാറുണ്ട്. ചില കഥാപാത്രങ്ങൾ സദ്ദാം ഹുസൈൻ ആകാം, ഖമേനി ആകാം. സദ്ദാം ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർക്കുന്നൊരു ചിത്രം ഈ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന സമയത്തെ സദ്ദാം ഹുസൈനാണ്. വളരെ ചങ്കൂറ്റത്തോടു കൂടി ഞാൻ സദ്ദാമാണ് എന്ന് പറയുന്ന ഒരു ചങ്കൂറ്റം, അത് വളരെ പുഷ്പം പോലെ ഞാൻ ആ തൂക്കിലേറ്റാൻ ഞാൻ തയ്യാറാണ് മരിക്കാൻ എന്ന് പറയുന്ന ഒരു നേതാവ്. ഒരുപക്ഷെ ഇവരൊക്കെ ഈ രാജ്യത്തിൽ സദ്ദാം ഹുസൈനും ഇന്ത്യയെ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള ഒരു നേതാവാണ്. ഖമേനിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യക്ക് ഒരു ശല്യം ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഇന്ത്യ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവ് തന്നെയാണ്. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയണം. മതശത്രുതയല്ലല്ലോ നമുക്ക് ഉള്ളത്. നമുക്ക് ഈ പ്രശ്നം അധിഷ്ഠിതമായിട്ടാണല്ലോ നമ്മളെല്ലാവരെയും കാണുന്നത്. രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. ഇവിടെ ഖമേനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ത്യക്കാരൻ തന്നെയാണ്. അദ്ദേഹം അത് അഭിമാനത്തോടെ പറയുകയും ചെയ്യുമായിരുന്നു. ബാരാബങ്കി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം, മുത്തച്ഛന്റെ കുടുംബം ഉണ്ടാകുകയും പിന്നീട് ഇവിടുന്ന് മാറുകയും ചെയ്തിട്ട് ഇദ്ദേഹം പാഴ്സി കുടുംബമായിരുന്നു, പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇദ്ദേഹം മതപണ്ഡിതനൊക്കെ ആയി മാറി. ഏത് മന്ത്രിമാരും നേതാക്കന്മാരും ഇറാനിൽ ചെന്നാൽ അദ്ദേഹം ആദ്യം പറയുന്നത് ഞാനും ഒരു ഇന്ത്യക്കാരനാണ് എന്ന് അഭിമാനപൂർവ്വം അദ്ദേഹം പറയുമായിരുന്നു.
അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധം, നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു നേതാവ് നമുക്കിതുവരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, പാകിസ്ഥാൻ നമ്മളെ ദ്രോഹിച്ചു കഴിയുമ്പോഴും പാകിസ്ഥാൻ അവരൊരു ഓപ്പൺ സപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതുവരെ ഇറാൻ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളൊരു നേതാവ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഭരണം ഇറാനിലുള്ള ഒരു വിഭാഗത്തെങ്കിലും ചൊടിപ്പിച്ചിട്ടുണ്ടാകാം. അത് അവരുടെ ആഭ്യന്തര വിഷയങ്ങളാണത്. ഇവിടെ ഈ ആക്രമണവും ഖമേനി കൊല്ലപ്പെടുന്നു, ഇറാനിൽ എന്ത് മാറ്റം വരുത്തുന്നു വെച്ചാൽ ഒരു ചുക്കും മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ധനുഷ് പറഞ്ഞതിൽ നിന്ന് തന്നെ അതിന്റെ ഉത്തരം വ്യക്തമാണ്. ചില സ്ഥലങ്ങളിൽ വലിയ പ്രതിഷേധം അലയടിക്കുന്നു, ചില സ്ഥലങ്ങളിൽ പൊട്ടിക്കരയുന്ന ജനം. എന്തായാലും അദ്ദേഹം ഒരു വലിയ ക്രൂരനായിരുന്നെങ്കിൽ അത്രയും ജനം തടിച്ചുകൂടില്ലായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ടെലിവിഷൻ ചാനലുകൾ നോക്കുമ്പോൾ വലിയൊരു ജനസഞ്ചയം തന്നെയാണ് ഈ മരണത്തിനായിട്ട് പലയിടത്തും ഒത്തുകൂടുന്നത്. പിന്നെ പറഞ്ഞൊരു കാര്യം, ധനുഷ് ചില സ്ഥലങ്ങളുടെ പേരുകൾ വായിച്ചു. അവിടെയൊക്കെ ജനങ്ങൾ പടക്കം പൊട്ടിക്കുന്നു, കൈപൊക്കി കാണിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് സന്തോഷിക്കുന്ന ആളുകളെ പോലെ തന്നെ അവിടെ പ്രതിഷേധിക്കുന്നതും ദുഃഖിക്കുന്ന ഒരാളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് നിലവിൽ ഇപ്പോൾ തന്നെ ഇരു വിഭാഗങ്ങളായ രാജ്യത്ത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് തന്നെയല്ലേ കഴിഞ്ഞ കുറെ നാളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖമേനി വീഴുന്നത് കൊണ്ട് ഇപ്പൊ ഇറാൻ നാളെ പരിലസിക്കത്തില്ല. ഇപ്പൊ തന്നെ രണ്ട് വിഭാഗങ്ങളായി. ഇപ്പൊ ധനുഷ് ഇപ്പൊ കുറെ സ്ഥലങ്ങൾ വായിച്ചു, അവിടെ സന്തോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്, മറുഭാഗത്ത് ദുഃഖിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇതെന്തായാലും ഇത് കാലാകാലങ്ങളിൽ മുമ്പോട്ട് പോകുന്ന ഒരു സിസ്റ്റം തന്നെ ആയിരിക്കും എന്നുള്ള ഒരു തർക്കങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് ഈ പ്രക്ഷോഭം നടത്തിയവർക്ക് ഒരിക്കലും ഇത് സുഖകരമായി ഭരിക്കാൻ കഴിയില്ല. അമേരിക്കയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉള്ള കാലം മുഴുവൻ വലിയ സൈന്യത്തെയൊക്കെ അണിനിരത്തിക്കൊണ്ട് ഇറാനെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം അവരുടെ ഉദ്ദേശവും അതല്ല. കാരണം ഇവർ മുൻപ് രക്ഷിച്ച ഒരു രാജ്യമാണ് ഇറാഖ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ ISIS കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്ന് ബോംബിട്ടിട്ട് പോകും. അവർ ചുമ്മാ ഈ നേരം പോക്കിന് വേണ്ടിയിട്ട് ഒരു വന്ന് വരിക, ബോംബിട്ടിട്ട് പോവുക. സിറിയയിൽ എന്താണ്, യമനിൽ എന്താണ്, ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ്. ഇത് കണക്ക് ഒരു രാജ്യമാക്കി ഇറാൻ മാറ്റാനുള്ളൊരു ശ്രമമാണ്. അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അവിടെ എത്തുന്ന ഈ പഹലവിയെ കണക്കുള്ള റൈസി ഒക്കെ കണക്കുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ എത്രത്തോളം കാര്യപ്രാപ്തിയെടുത്ത് പോകും. ഇപ്പൊ ഈ നമ്മൾ കണ്ടതാണ് വെനുസുലയിൽ മഡൂറോയെ പിടിച്ചുകൊണ്ടുപോയി വെനുസുല കാൽക്കീഴിലാക്കാൻ ചെന്ന ട്രംപിനും കൂട്ടർക്കും വലിയ പ്രതിഷേധമാണ്. വെനുസുല എന്ന് പറയുന്ന കുത്തഴിഞ്ഞ ഒരു ചെറു രാജ്യത്ത് നിന്ന് നേരിടേണ്ടി വരുന്നത് നമ്മൾ തന്നെ കൊടുത്തതാ. വലിയ പ്രതിഷേധം ട്രംപിനെതിരെ ഉയർന്നായിരുന്നു വെനുസുലയിൽ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ വികാര തീവ്രതയോട് നിൽക്കുന്ന ഒരു ജനതയാണ് ഇറാൻ ജനത. കാരണം ലോകത്ത് ഒരു രാജ്യവും വേറൊരു രാജ്യത്തിന്റെ അണ്ടറിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യം തന്നെ എടുക്കൂ, 606 നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ, ഇന്ത്യ അല്ലല്ലോ അന്ന് 47 മുമ്പ്. ഈ 606 വ്യത്യസ്ത അഭിരുചികളുള്ള ഈ നാട്ടുരാജ്യത്ത് നിന്ന് ബ്രിട്ടീഷുകാരെ നമ്മൾ എന്തിനാണ് തുരത്തിയത്? ഒരാളും വൈദേശിക അടിമത്തത്തിന് കീഴിൽ നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഭരിക്കണമെന്നാണ് നമുക്ക് ആഗ്രഹം. അതിപ്പോ നമ്മള് ഇപ്പൊ കോൺഗ്രസ് മാറിയ BJP വരണം, BJP മാറിയ കമ്മ്യൂണിസ്റ്റ് വരണമെന്ന് മാത്രമാണ് നമുക്ക് ചിന്ത. അതല്ലാതെ ഇവിടുന്ന് ട്രംപ് വന്നിട്ട് ഇന്ത്യ ഭരിക്കണമെന്ന് ഏതെങ്കിലും ഇന്ത്യക്കാരൻ ചിന്തിക്കുമോ? ഇല്ല, ആരും ചിന്തിക്കത്തില്ല. ഇത് തന്നെ ഒരു ബേസിക് സാധനമാണ്. അതിപ്പം വെനുസുലയിലായാലും ഇറാനിലായാലും അപ്പൊ സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇറാൻ എന്ന് പറയുന്ന ഈ മിഡിൽ ഈസ്റ്റിലെ ഈ രാജ്യം ഒരു ശക്തമായ രാജ്യം തന്നെയാണ്, കരുത്തുറ്റ ഒരു രാജ്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇതേപോലെ പടപൊരുതിയ ഒരു രാജ്യം ഇറാഖ് ആയിരുന്നു. അവർ അവസാനം തകർന്നു പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അവര് ഈ അമേരിക്കയുടെ ആ ശക്തിക്ക് മുമ്പിൽ അവർ കുറച്ചുനാൾ പിടിച്ചു നിന്നു. ഇറാനും അങ്ങനെ പടപൊരുതിയാണ്. അതല്ലാതെ പെട്ടെന്ന് വീണു പോകുന്ന ഒരു രാജ്യം ആയിട്ടല്ല ഇപ്പോൾ. ഒരുപക്ഷെ അവർ പരാജയത്തിന്റെയൊക്കെ പടുകുഴിയിലേക്ക് വീണേക്കാം. ഖമേനി മരിച്ചത് കൊണ്ട് വളരെ സിമ്പിളായിട്ട് അമേരിക്കയ്ക്ക് ഇറാനിലെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അമേരിക്ക ലക്ഷ്യമിടുന്ന ഈ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതല്ല. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ഖത്തർ അമീർ പറഞ്ഞത് ഇത് അമേരിക്കയുടെ യുദ്ധമല്ല എന്നുള്ളത്, ഇത് ട്രംപിന്റെ യുദ്ധമാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇവിടെ ഈ 2 പതിറ്റാണ്ടായിട്ട് ഇസ്രായേല് ഈ ഖമേനിയെ വധിക്കണം എന്നുള്ള ഒരു വലിയ അജണ്ടയിൽ തന്നെ മുമ്പോട്ട് പോകാൻ അവരുടെ സ്വപ്നം അവർ സാക്ഷാത്കരിച്ചു. ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ ട്രംപിന് ഇപ്പോൾ ഈ ലോക രാജ്യങ്ങളുടെ തലപ്പത്തിരിക്കണം. 2, ഈ എണ്ണയും മറ്റ് വ്യാപാരങ്ങളും നിയന്ത്രിക്കണം. ഇത് രണ്ടിനും കൂടി അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു പണി. മൂന്നാമത്തേത് ഇപ്പൊ അവിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്, പിന്നെ താൻ ഒരു ഹീറോ പരിവേഷം നേടണം. ഇങ്ങനെയൊക്കെ കുറെ അജണ്ടകളാണ് ഇതിന്റെ പിന്നിലേക്ക് ഉള്ളത്. ഇനി മറ്റൊന്ന്, ഇപ്പോൾ അമേരിക്ക പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു ട്രംപിനെതിരെ. ന്യൂയോർക്കിന്റെ മേയർ മംദാനി തന്നെ ഇപ്പൊ രംഗത്തെത്തിയിരിക്കുന്നു. കാരണം ഇത് മറ്റൊരു രാജ്യത്ത് നിന്ന് ചെയ്തത് ശരിയായി. പിന്നെ ഇന്ത്യയുടെ നിലപാട് തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇതാദ്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യം പറഞ്ഞിരിക്കുന്നത് മറ്റൊരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും മുകളിലുള്ള കടന്നുകയറ്റം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതായത് ഒരു രാജ്യത്തിന്റെ മുകളിലൂടെ അങ്ങോട്ട് നടത്തുന്ന ആക്രമണത്തെ അംഗീകരിക്കാൻ കഴിയും. ഇത് നമ്മുടെ നിലപാട് എല്ലാ കാലത്തും ഉണ്ടായിരുന്ന നിലപാടാണ്. ഈ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾക്ക് പാകിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആയാലും ഒക്കെ നമുക്ക് അടിക്കണമെങ്കിൽ കയറി അടിക്കാൻ പാടില്ലേ? എത്രയോ സമയങ്ങൾ നമുക്ക് കയറി അടിക്കാമായിരുന്നു. നമ്മളതിന് പോയിട്ടില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തിനകത്തേക്ക് അവിടുന്ന് കയറി ആക്രമിക്കുമ്പോഴാണ് അത് ചെയ്യുന്നത്. ഒരു പക്ഷേ വേണമെങ്കിൽ ഇസ്രായേലിന് അത് പറയാം. കാരണം അവരുടെ രാജ്യത്ത് ഈ ഹിസ്ബുള്ളയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർ ഈ പ്രവർത്തനം നടത്തുന്നതിന് ഞങ്ങളൊരു തിരിച്ചടി കൊടുത്തു, ഞങ്ങൾ കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ അവർക്ക് തെറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് ആത്യന്തികമായി ഇസ്രായേലിന്റെ യുദ്ധമാണ്, അമേരിക്കയുടെ യുദ്ധമല്ല. പക്ഷെ
ഇസ്രായേലിനെ മുൻനിർത്തി അമേരിക്ക കളിക്കാൻ ഇറങ്ങിയപ്പോൾ ഇന്നും വന്നിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്റ്റേറ്റ്മെന്റ് അമേരിക്കയ്ക്ക് നന്ദി, അമേരിക്കയാണ് ഹീറോ, ട്രംപാണ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞു. ഇത് ട്രംപിന്റെ മകുടമായി ചാർത്തി കൊടുത്തു എന്നുള്ളതാണ്. അതായത് ട്രംപ് ഇസ്രായേലിനെ മുൻനിർത്തി കളിക്കാൻ ഇറങ്ങിയപ്പോൾ ശരിക്കും അമേരിക്കയെ മുൻനിർത്തി തന്നെയാണ് ഇസ്രായേൽ കരിക്കൽ നീക്കിയതെന്നുള്ളതാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം അവര് ഇത്ര നാൾ ദ്രോഹിച്ചിരുന്ന ഒരാളെ തീർക്കുക എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നീങ്ങി. അത് മാത്രമല്ല, ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഒരിക്കലും എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. കാരണം അവരും ഈ ഖമേനി കൊല്ലപ്പെടുന്നോ ഇല്ലെങ്കിൽ ഈ രീതിയിൽ അവർ വയലന്റ് ആകുമെന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇല്ലെങ്കിൽ അവർ വലിയൊരു സുരക്ഷ അവിടെ ഒരുക്കേണ്ടതാണ്. സുരക്ഷ ഒരുക്കിയില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ലേറ്റസ്റ്റ് വാർത്ത ഇറാഖിലുള്ള അമേരിക്കൻ വ്യോമത്താവളത്തിന് നേർക്കും ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി തന്നെ ഈ വ്യോമത്താവളങ്ങളും മറ്റുമൊക്കെ സെക്യൂരിറ്റി സിസ്റ്റം റെഡിയാക്കാൻ പറ്റും. പക്ഷെ അവിടെ പിടിവിട്ട് പോയത് എവിടെ? അങ്ങനെയാണ് ഈ പാർപ്പിട സമുച്ചയങ്ങളിലൊക്കെ അടിക്കാനുണ്ടായ കാരണം വെച്ചാല് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രികളും പ്രതീക്ഷിച്ച് കാണത്തില്ല ഖമേനി കൊല്ലപ്പെടുമെന്നോ അതൊരു വലിയ തിരിച്ചടിയായിട്ട് വരുമെന്നോ. തങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 137 മിസൈലായിരുന്നല്ലോ UAE-ക്കെതിരെ പ്രയോഗിച്ചത്. അങ്ങനൊരു ആക്രമണം വരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. സ്വാഭാവികം മാത്രം അപ്രതീക്ഷിതമായിട്ടാണ് ഇവര് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടത്. അതായത് അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രധാനപ്പെട്ട നേതാവ് മരിക്കുമ്പോൾ, നമ്മുടെ ഇന്ത്യയിൽ പണ്ട് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ സിഖുകാരൊക്കെ ഓടിച്ചിട്ട് കൂട്ടക്കൊല ചെയ്തില്ലേ, അതുപോലെ തന്നെ ഒരു റിയാക്ഷനാണ് അവിടെയും ഉണ്ടായത്. അപ്പം ഇത് ഇങ്ങനെ നിൽക്കുന്നു ലോകത്തിന്റെ അവസ്ഥ. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് ഇതാണ്. ഇന്ത്യ ഇപ്പോൾ ഇന്നലെ തന്നെ S ജയശങ്കർ ഇസ്രായേലിന്റെയും ഇറാന്റെയും, കാരണം നമ്മളെ സംബന്ധിച്ച് ആ മേഖലയിലുള്ള 3 രാജ്യങ്ങൾ നമ്മളെ ഉറ്റ സുഹൃത്താണ്. ഒന്ന് ഇസ്രായേൽ, ഒന്ന് ഇറാൻ, മറ്റൊന്ന് UAE. ഈ 3 രാജ്യങ്ങളും ഖത്തറുമായിട്ട് ഇന്നലെ തന്നെ S ജയശങ്കർ ചർച്ച നടത്തി. ഇന്നിപ്പോ മോദി രാവിലെ ഈ നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു എന്നാണ് കേൾക്കുന്നത്. നമ്മൾ ചർച്ച നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രവാസികൾ, ഏതാണ്ട് 1 കോടിക്കടുത്തുള്ള പ്രവാസികൾ ആ മേഖലയാകെ കിടക്കുന്നുണ്ട്. ഗൾഫ് കൺട്രീസിൽ മാത്രമല്ല, ഇസ്രായേലിലും ജോർദാനിലും അടക്കം ഒരു വലിയ മേഖലയിൽ നമ്മുടെ ആളുകൾ കിടക്കുന്നുണ്ട്, പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരും. അപ്പൊ അവരുടെ ഒരു സുരക്ഷയെ കുറിച്ചും ഉള്ള ചർച്ചകളാണ്. പിന്നെ മറ്റൊന്ന് പറഞ്ഞ ഈ ഹോർമിസ് കടലിടുക്കിന്റെ ഒരു വിഷയമുണ്ട്. ഇറാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തിന്റെ 25% ബസുമതി അരി നമ്മൾ കയറ്റിയേക്കുന്നത് ഇറാനിലേക്കാണ്. അപ്പൊ അവർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിൽ അരി വാങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന വാർത്ത ആ കപ്പലുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഇറാനിൽ എത്തിയിട്ടില്ല. ഇനി അത് അവർക്ക് ഇറക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. കാരണം ഇറാനും ഇറാഖുമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ബസുമതി അരി വാങ്ങുന്ന രാജ്യങ്ങൾ. അപ്പോൾ ഇറാനിലേക്ക് ഉള്ള അരിയാണിത്. അപ്പം നമ്മളും ഒരുപാട് സഹായങ്ങൾ ഇറാന് ചെയ്തിട്ടുണ്ട്, മരുന്നായാലും മറ്റുള്ള കാര്യങ്ങളായാലും. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ അവിടെ പഠിക്കുന്നതും ഒക്കെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഹോർമിസ് കടൽ അടക്കുമ്പോൾ കുഴപ്പം വെച്ചാല് അവിടെ 20 ദശലക്ഷം ബാരലാണ് പെർ ഡേ അതുവഴി പുറത്തേക്ക് പോകുന്നത്. അതായത് വിവിധ രാജ്യങ്ങളുടെ, UAE-യുടെയും സൗദിയുടെയും ഒക്കെ ഇറാന്റെ ഒക്കെ പെട്രോൾ 20 ദശലക്ഷം. അപ്പൊ ഇത് പെട്ടെന്ന് ബ്ലോക്ക് ആകും. ഒരു ദിവസം ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് ഒന്ന് ആലോചിച്ച് നോക്കി. പെർ ഡേ പോയിക്കൊണ്ടിരിക്കുന്നതാണ് വിവിധ രാജ്യങ്ങളിലേക്ക്. ഇത് അവിടെ സ്റ്റോപ്പ് ആകുന്നു, അടുത്ത ദിവസം സ്റ്റോപ്പ് ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്നു ഒരു ബാരലിന് $8 തൊട്ട് $30 വരെ വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടായെന്നാണ്. ഇന്ത്യയുടെ 50% ക്രൂഡ് ഓയിലും വരുന്നത് മിഡിൽ ഈസ്റ്റിൽ തന്നെയാണ്. നമ്മൾ ഇറാനിൽ നിന്നും കുറച്ച് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇറാഖ്, സൗദി, UAE, ഇങ്ങനെ ഖത്തർ, എല്ലാ രാജ്യങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചൊരു വിഷയത്തിലേക്ക് നീങ്ങുന്നു. കാരണം ഇനിയിപ്പം റൂട്ട് മാറ്റി വിടണം. ഇനിയിപ്പോ ആകെ ഒരു പ്രതീക്ഷയുള്ള സാധനം ഈ UAE-യും സൗദിയും എല്ലാം കൂടെ ചേർന്നിട്ട് പൈപ്പ് ലൈൻ ഈ ഹോർമിസ് കടലെടുക്കിനെ മറികടന്നിട്ടിട്ടുണ്ടായിരുന്നു ഈ എണ്ണ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. അതുവഴി അങ്ങോട്ട് 2.6 ദശലക്ഷം മാത്രമേ പറ്റൂ പെർ ഡേ. മറ്റേ 20 ദശലക്ഷം എവിടെ കിടക്കുന്നു, 2.6 എവിടെ കിടക്കുന്നു. അപ്പോ അതുവഴി വന്നു കഴിഞ്ഞാലും എക്സ്പെൻസീവ് ആകും. ഇത് റൂട്ട് മാറ്റി വിട്ടാലും എക്സ്പെൻസീവ് ആകും. ഇപ്പൊ എന്തായാലും ഹോർമിസ് കടലെടുക്ക് പെർമനന്റ് ആയിട്ട് അടച്ചിടാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ചെങ്കടൽ റൂട്ട് എന്തുകൊണ്ടാണ് ഈ ഹൂത്തികളുടെ ആക്രമണം ഭയന്നാണ് പല കപ്പലുകളും റൂട്ട് മാറ്റി വിട്ടത്. ഇന്നും വലിയ പൈസ മുടക്കിയിട്ടല്ലേ കപ്പലുകൾ ചുറ്റിത്തിരിഞ്ഞ് വരുന്നത്. എത്രയോ കപ്പലുകൾ ആ റൂട്ട് ഉപേക്ഷിച്ചു, റൂട്ട് ഇല്ലാതായി. ഇനി ഹോർമിസ് കടലെടുക്കിന്റെ അവിടെയും ഭാവിയിൽ കടൽ കൊള്ളക്കാരുടെ രൂപത്തിലോ ഇല്ലെങ്കിൽ ഹൂത്തി വിമതരുടെ രൂപത്തിലോ ഒരു സംഘം രൂപപ്പെട്ടു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് രാജ്യങ്ങൾക്ക് ആ ഒരു റൂട്ട് മാറ്റേണ്ടതായി വരും, ഇല്ലെങ്കിൽ ആ റൂട്ട് പകരം പേർന്ന് കണ്ടെത്തേണ്ടതായി വരും. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഇപ്പൊ നമുക്കിപ്പോ ഇന്നത്തെ ദിവസം നമുക്ക് പറയാനുള്ള ഇതുവരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകളൊന്നും ഇന്ത്യയുടെ നിലപാട് തുറന്നു പറഞ്ഞിരിക്കുന്നു. കാരണം ഒരു രാജ്യത്തിന്റെയും പരമാധികാരത്തിലും സ്വാതന്ത്ര്യത്തിലും കടന്നു കയറുക എന്ന് പറഞ്ഞാൽ ആക്രമണത്തെയാണ് പറഞ്ഞത്. അംഗീകരിക്കാൻ കഴിയില്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടാണ്. അത് വളരെ അസന്നിഗ്ധമായി തന്നെ നമ്മുടെ കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, ഇതിനൊരു കോംപ്രമൈസിന് വേണ്ടിയിട്ടൊരു സ്റ്റാർട്ടിങ്. ഈ കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ ഒരു രസകരമായ കാര്യമുണ്ട്. ഇതിന്റെ ഒരു സൈഡിൽ അമേരിക്കയാണ്. ഇപ്പൊ ഇന്ത്യ പറഞ്ഞാൽ എന്തായാലും അമേരിക്ക കേൾക്കില്ലല്ലോ ചർച്ചയ്ക്ക് വരാനൊക്കെ. കാരണം ട്രംപ് ആണല്ലോ ലോകത്തിന്റെ ഒരു സമാധാന
ദൂതനായി നിൽക്കുന്നത്. അദ്ദേഹം സാധ്യത ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇയാള് ഫസ്റ്റ് ടേമിൽ കയറിയപ്പോ എന്തും മര്യാദക്കാരനായിരുന്നു. സെക്കൻഡ് ടേമിൽ വന്നപ്പോ ഇയാൾക്ക് ഈ മുഴുവിട്ട് പിടിക്കാനുള്ള കാരണം എന്താണ്? അല്ല, അതിനകത്ത് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്. കാരണം ഈ ഒന്ന്, അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ഒരു വലിയ പേരെടുക്കണമായിരുന്നു. അങ്ങനെയാണല്ലോ സാധാരണ കോടീശ്വരന്മാർക്കുള്ള ഒരു കുഴപ്പം അതാണ്. ഈ പണം കൂടിക്കഴിഞ്ഞാൽ പിന്നെ പേരെടുക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വൈറൽ വീഡിയോ ചെയ്താൽ മതിയായിരുന്നു. 10 വീട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വൈറൽ PR വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇമേജ് ഉണ്ടാക്കാൻ പറ്റും, ഇല്ല ഫ്ലെക്സ് ഒക്കെ വെക്കാൻ പറ്റും. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് അത് പറ്റില്ലല്ലോ. അപ്പൊ അദ്ദേഹം ആദ്യം സമാധാനത്തിന്റെ റോൾ എടുത്ത് നോക്കി, സമാധാന ദൂതനായിട്ട് എല്ലായിടത്തും പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഒരു നോബൽ സമ്മാനമൊക്കെ നേടി. പക്ഷെ അതൊക്കെ പൊളിഞ്ഞു പോയി. 2026 ആയപ്പോഴേക്കും പുള്ളിക്ക് ശനിദശ ആരംഭിച്ചു. സുപ്രീം കോടതി വിധി മാത്രമല്ല, ആരും പുള്ളി അനുസരിക്കാത്തൊരു നിലയിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ യുദ്ധമെങ്കിൽ യുദ്ധം. ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് കൂടെ വരികയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ കൂടെ തോറ്റു കഴിഞ്ഞുള്ള കുഴപ്പം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അവരുടെ പാർട്ടിക്ക് ഇപ്പൊ റിപ്പബ്ലിക്കൻ പാർട്ടി, അവരുടെ പാർട്ടിക്കാർ തന്നെ ഇപ്പൊ ഇതിനെ എതിർത്ത് വന്നിട്ടുണ്ട്. ഈ യുദ്ധത്തിന് ഒരു ആവശ്യമില്ലായിരുന്നു പോകണ്ടെന്ന് പറഞ്ഞിട്ട്. അവിടെ അമേരിക്ക തന്നെ വലിയ പ്രതിഷേധ പുള്ളിക്കെതിരെ വരുന്നുണ്ട്. അപ്പം ഈ തെരഞ്ഞെടുപ്പിനോട് തോറ്റുപോയി കഴിഞ്ഞാൽ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വരും ഇടയ്ക്കിടയ്ക്കൊക്കെ. ഇംപീച്ച്മെന്റ് നേരിട്ട് നാണം കെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു നാണംകേട് തന്നെയാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക, താനൊരു വീരശൂര പരാക്രമമാണെന്ന് കാണിക്കുക, ഇതൊക്കെയാണ് ലക്ഷ്യം. പക്ഷെ ഈ ലക്ഷ്യം പൂർണ്ണതയിൽ എത്തില്ല എന്നുള്ള കാര്യം 101% ഉറപ്പാണ്. ഖമേനിയെ വധിച്ചതുകൊണ്ട് ഇറാൻ വീഴുമെന്നോ ഇല്ലെങ്കിൽ ഇറാൻ നശിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കും. ഈ ചിഹ്നത്തെ ചിതറി പോകുമായിരിക്കാം. പക്ഷെ ഇത് മൂലം എന്താണ് സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകം കൃത്യമായി തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇന്ത്യ പോലും സാധാരണഗതിയിൽ ഇന്ത്യ അങ്ങനെ ഒരു വിഷയത്തിൽ ഇടപെടാത്തതാണ്. ഇപ്പൊ ഇന്ത്യയുടെ നിലപാട് തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഇത് കോംപ്രമൈസ് ആക്കാനുള്ള നീക്കം. ഈ കോംപ്രമൈസ് ആക്കുമ്പോൾ പലരും ഒരു ചിന്ത വരും, എങ്ങനെയാണ് അമേരിക്കയുമായിട്ട് നമ്മൾ കോംപ്രമൈസ് ആകുന്നില്ല, നമ്മൾ മോദി പറഞ്ഞ ട്രംപ് കൊഞ്ച് കേൾക്കത്തില്ല, സത്യം തന്നെയാണത്. പക്ഷെ ഇവിടെ നമുക്ക് പറ്റുന്നൊരു കാര്യം, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഈ പറയുന്ന UAE, ഇറാൻ, ഇസ്രായേൽ ഇവരോട് സംസാരിച്ച് പെട്ടെന്ന് ഈ സ്ട്രൈക്ക് ഇപ്പൊ നടക്കുന്ന ഈ സംഘർഷം ഒരു വെടിനിർത്തലിലേക്ക് എത്തിക്കുക. അതാണല്ലോ ആദ്യം വേണ്ടത്. കാര്യങ്ങൾ പിന്നീടല്ലേ ചർച്ച ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ പിടിച്ചു മാറ്റുക എന്ന് പറയുന്നത്, പിടിച്ചു മാറ്റുന്നതിനാണ് വെടിനിർത്തൽ എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം. പിടിച്ചു മാറ്റുന്നതിനാണ് വെടിനിർത്തൽ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരു വെടിനിർത്തലിലേക്ക് പോവുക, പിന്നീട് വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് പോവുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യ ഇടപെടുന്നതും അത്തരത്തിൽ തന്നെയായിരിക്കും. ഇതിന്റെ അവസ്ഥ എന്താ? ഇത് ഇറാൻ അവസാനിപ്പിക്കില്ലേ? ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇന്നോ നാളെയോ കൊണ്ട് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതുവരെ നീട്ടിക്കൊണ്ടു പോകാനുള്ള പരിപാടിയാണോ? അല്ല, ഇന്നോ നാളെയോ കോംപ്രമൈസ് ആകാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ട്രംപും കൂട്ടരും, ട്രംപ് ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഒക്കെ, ഇസ്രായേലിന് അവരുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന് ഇനി മുമ്പോട്ട് എന്താണ് പറയുന്നത്, ഇനി അവർക്ക് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അവര് 4 ദിവസമാണ് ഈ ആക്രമണം, സിംഹഗർജനം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ഓപ്പറേഷന് പേരിട്ടിരിക്കുന്നത്, ലയൺസ് റോർ. അപ്പം ഈ എന്താണ് പറയുന്നത്, ഇതിനി അവർക്ക് താല്പര്യമില്ല. അവർ പറഞ്ഞില്ല 4 ദിവസത്തെ പരിപാടിയെ ഞങ്ങൾക്കുള്ളെന്നുള്ളത്. ട്രംപിന്റെ താല്പര്യം എന്താണെന്ന് അറിയില്ല. പക്ഷെ ആ ട്രംപിന് ഇനിയിപ്പോ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. കാരണം അവരുടെ ഒരു ലക്ഷ്യം അവർ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ കോംപ്രമൈസിന്റെ കാര്യങ്ങൾ അല്ല, റെജീം ചേഞ്ച് പതുക്കെ വരും. ഇത് റെജീം ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു സാധനമല്ലത്. ഇതിനകത്ത് ആരാണ് ഇതിന് പകരം വരുന്നത്? അതൊരു ചോദ്യം. അത് ട്രംപിനെ കുഴക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇത് ആര് വരുമെന്നുള്ളത്. പഹലവി വരുമോ അതോ റൈസിയുടെ ഈ ഒരു ഗ്രൂപ്പ് വരുമോ, ഇനി വേറെ വല്ല നേതാക്കളുണ്ടോ, ഇത് പറയാൻ പറ്റില്ല. കാരണം ഒരു രാജ്യത്തെ ജനം മുഴുവൻ ഇന്നയാളെ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ അവിടെ സമരം ചെയ്തത്, അല്ലെ ഇന്നയാളെ പ്രധാനമന്ത്രി ആക്കണമെന്ന് പറഞ്ഞിട്ടല്ല അവിടെ പ്രക്ഷോഭം നടന്നത്. അവിടെ പ്രക്ഷോഭം നടന്നത് ഈ ഖമേനിയുടെ ഈ ദുർനടപ്പ്, ഇല്ലെങ്കിൽ അവരുടെ ഈ എന്താണ് അമിതമായ മത ഭീകരതയ്ക്കെതിരെയാണ് സമരം നടന്നത്, അല്ലാതെ ഇന്നയാളെ കയറ്റണമെന്നും പറഞ്ഞിട്ടല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം എന്താണ്? സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനുള്ള സാധ്യതകളാണ് വളരെ കൂടുന്നത്.